എറണാകുളത്തേക്ക് വരികയാണ്. ലാൽ കൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലാൽ, എന്തൊക്കെയാണ് ഈ ആവേശ കാഴ്ചകളുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള വിവരങ്ങൾ? ഉന്മേഷ, നമ്മൾ നിലവിലുള്ളത് കൊച്ചിൻ കോർപ്പറേഷന്റെ 20-ാം നമ്പർ ഡിവിഷനിലാണ്, കരുവേലിപ്പടിയിലാണ്. സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ അവസാനഘട്ട പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊട്ടിക്കലാശത്തിന് തൊട്ടു മുമ്പ് ആവേശം തീരെ ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ആരവങ്ങളുമായിട്ടാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വാശിയേറിയ പോരാട്ടമാണ്. കാരണം ഭരണം തിരിച്ചു പിടിക്കുക എന്നതിൽ കുറഞ്ഞ ഒന്നും കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു പോരാട്ടത്തിലാണ് കോൺഗ്രസ് ഇക്കുറി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ശക്തരായ സ്ഥാനാർത്ഥികളെ പരമാവധി പല ഏരിയകളിലായി വിന്യസിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തനവും പോരാട്ടവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒട്ടും വീറ് ചോർന്നു പോകാതെ തന്നെ പ്രവർത്തകരും അതിന് അണിയായി ചേർന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇലക്ഷൻ? എങ്ങനെയാ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ഷൻ ഇപ്പൊ നമ്മുടെ വോട്ടൊക്കെ അടിപൊളിയായിട്ട് ഇപ്പൊ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര പ്രചാരണത്തിന്റെ ഇതിലാണ്. നല്ല കലാശക്കൊട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട്. എന്താ പ്രതീക്ഷ? എങ്ങനെയാ പ്രതീക്ഷ? ഇപ്പൊ അവിടെ നമ്മള് എടുക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് ഉള്ള പ്രതീക്ഷ. നമ്മുടെ ഒരു കൈ പോയെങ്കിലും മറ്റേ കയ്യില് അത്യാവശ്യം അണുവായുധങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് തന്നെയാണ് പോരാട്ടം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അവസാനഘട്ട പോരാട്ടത്തിലും വീറ് ചോർന്നു പോകാതെ വിജയം എന്നതിൽ കുറഞ്ഞ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇത്തവണ കോർപ്പറേഷൻ അടക്കം നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ തന്നെയുള്ള വലിയൊരു പോരാട്ടത്തിനാണ്. തീർച്ചയായും ഇത് പിണറായി സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ പ്രചരണത്തിനിറങ്ങിയപ്പോൾ ജനങ്ങൾക്ക് മൊത്തം ആ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിലക്കയറ്റം, അവരുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമായിട്ടായിരിക്കും അവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. LDFന്റെ പ്രകടനപത്രികയിൽ പ്രധാനമായിട്ടും പറഞ്ഞാൽ ബ്രേക്ക് ത്രൂ കൊണ്ടുവന്ന് വെള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലാതാക്കി വലിയൊരു വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രഹ്മപുരം അടക്കമുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ ഹരിതാപമായി, അങ്ങനെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതെല്ലാം തീർത്തും കളവായൊരു പ്രചരണമാണ്. കാരണം കഴിഞ്ഞ മഴയത്ത് തന്നെ 1 മണിക്കൂർ മഴ പെയ്തപ്പോൾ ഈ നഗരം മുഴുവൻ മുങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ബ്രേക്ക് ത്രൂവിന് പോലും രക്ഷിക്കാൻ കഴിയാത്ത വിധം ശരിയായ രീതിയിൽ കാണകൾ ക്ലീൻ ചെയ്യാത്തത് മൂലമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ LDFന്റെ പ്രകടന പത്രികയിൽ വലിയ കാര്യങ്ങളായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് കൊച്ചിയിലെ നഗരത്തിലെ വെള്ളക്കെട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ. പക്ഷേ അതെല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രമായി. അതായത് ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാം നേരെ എതിർ ശബ്ദങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കൊച്ചിയിലും ആവേശ കാഴ്ചകൾ തന്നെയാണ്. പരസ്യ പ്രചാരണം അത് ഇനി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.